നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. 2047 നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ജോലി ചെയ്യാൻ പോകുന്ന രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരിക്കും? ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നോ അതോ ഇന്നത്തെ പോലെ തന്നെ ഒരു വികസനാത്മക രാജ്യമോ? ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാവിയിലേക്കൊരു യാത്ര പോകാം. ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം $4 ട്രില്യൺ പക്ഷേ വെറും 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നു. ഇത് വെറും ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഭാവിയാണോ? ഇന്ന് നമുക്ക് കണക്കുകൾ നോക്കാം, വസ്തുതകൾ നോക്കാം, ഇന്ത്യയുടെ ഭാവിയിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇന്ത്യ ഇന്ന് എവിടെയാണ്? ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ ഇവരുടെ പിന്നാലെ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യ വികസനം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, വിദേശ നിക്ഷേപം എല്ലാം വലിയ മാറ്റം കണ്ടു. 7 ട്രില്യൺ ഇങ്ങനെ പല സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യ അടുത്ത കുറച്ച് വർഷങ്ങളിൽ $6 മുതൽ $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. വലിയ ജനസംഖ്യ, വർദ്ധിക്കുന്ന ഉപഭോഗം, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സെമി കണ്ടക്ടർ നിക്ഷേപം, ആഗോള കമ്പനികളുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. 30 ട്രില്യൺ എന്നത് വലിയൊരു സംഖ്യയാണ്, പക്ഷേ അത് അസാധ്യമല്ല. വർഷങ്ങളോളം ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ, വലിയ നിർമ്മാണ ശക്തിയാകാൻ കഴിഞ്ഞാൽ, കയറ്റുമതി വർദ്ധിപ്പിച്ചാൽ, പുതിയ സാങ്കേതിക വിദ്യയിൽ മുന്നേറിയാൽ ഈ ലക്ഷ്യം ഇന്ത്യക്ക് കൈപ്പിടിയിലാക്കാൻ സാധിക്കും. ഇന്ത്യ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ലോകം എന്തുകൊണ്ടാണ് ഇന്ത്യയെ നോക്കുന്നത്? ഇന്ത്യക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം, വേഗത്തിൽ വളരുന്ന മധ്യവർഗം, വലിയ ആഭ്യന്തര വിപണി, രാഷ്ട്രീയ സ്ഥിരത ഇതെല്ലാം വിദേശ നിക്ഷേപരെ ആകർഷിക്കുന്നു. അമേരിക്കൻ വിദഗ്ധർ എന്തുകൊണ്ട് പ്രതീക്ഷ കാണുന്നു? ഇന്ത്യ അമേരിക്ക ബിസിനസ് ചർച്ചകളിലും സാമ്പത്തിക സമ്മേളനങ്ങളിലും ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയെക്കുറിച്ച് നിരവധി വിദഗ്ധർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചിലർ 2047 ഇന്ത്യക്ക് $37 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതൊരു പ്രവചനമാണ്, ഉറപ്പായ ബലമല്ല. ഇന്ത്യയുടെ വളർച്ച തുടർന്നാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ. ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇന്ത്യക്ക് ഇനിയും ചെയ്യാനുള്ളത് വളരെയുണ്ട്. മികച്ച വിദ്യാഭ്യാസം, കൂടുതൽ ഫാക്ടറികൾ, കയറ്റുമതി വർദ്ധിപ്പിക്കൽ, ഗവേഷണം, AI, സെമി കണ്ടക്ടർ, കാർഷിക നവീകരണം, ലോകോത്തര അടിസ്ഥാന സൗകര്യം ഇതെല്ലാം ഒരുമിച്ച് വളർന്നാൽ ഇന്ത്യയുടെ വളർച്ചയുടെ വേഗം വളരെ കൂടും. 2047 എങ്ങനെയായിരിക്കും? ഒരു ലോകോത്തര ഫാക്ടറികൾ, AI കമ്പനികൾ, വലിയ തുറമുഖങ്ങൾ, ആധുനിക ഗ്രാമങ്ങൾ, ശുദ്ധ ഊർജം ഇതൊക്കെയാണോ 2047 ഇന്ത്യ? ഉത്തരം നമ്മളുടെ കൈകളിലാണ്. 30 ട്രില്യൺ കേൾക്കുമ്പോൾ വലിയ സ്വപ്നം പോലെ തോന്നാം, പക്ഷേ ഒരു കാലത്ത് 4 ട്രില്യൺ പോലും അസാധ്യമാണെന്ന് പലരും പറഞ്ഞിരുന്നു. ഇനി ചോദ്യം നിങ്ങളോടാണ്. 2047 ഇന്ത്യ ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തിയാകുമോ? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.